അങ്ങനെ ഇപ്പോൾ റെഡ് സ്കൾ ആണെങ്കിൽ നീയൊന്നും ഒരിക്കലും ഭൂമിയെ കീഴടക്കുവാൻ ഞങ്ങളെ സമ്മതിക്കില്ലല്ലോ, അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും മറ്റുള്ള പ്ലാനറ്റുകൾ കീഴടക്കാൻ പോകുന്നതെന്നും. പക്ഷെ നിങ്ങൾ അവെഞ്ചേഴ്സ് സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഞാൻ തൽക്കാലം ഈ ഭൂമിയിൽ സൂപ്പർ വില്ലനായി തന്നെ കാണുമെന്നും തൻ്റെ കൂട്ടുകാർ മാത്രമാണ് ഇപ്പോൾ മറ്റുള്ള പ്ലാനറ്റുകളിലേക്ക് പോകുന്നതെന്നും റെഡ് സ്കൾ അവെഞ്ചേഴ്സിനോട് പറയുകയാണ്. മാത്രമല്ല ഇപ്പോൾ അവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന പോർട്ടലുകൾ വഴി ആർക്കൊക്കെ ഏതൊക്കെ പ്ലാനറ്റുകളിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്ന കാര്യങ്ങളെല്ലാം റെഡ് സ്കൾ ഇപ്പോൾ തൻ്റെ കൂട്ടുകാരോട് പറയുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഡ്രാക്കുളയ്ക്കും അവൻ്റെ വാമ്പയേഴ്സിനും സൂര്യനില്ലാത്ത ഇരുട്ട് മാത്രമുള്ള ഒരു പ്ലാനറ്റും, ആറ്റുമയ്ക്ക് വെള്ളം മാത്രമുള്ള ഒരു പ്ലാനറ്റും, പിന്നെ ഹൈപ്പീരിയന് ഭയങ്കര ടെക്നോളജിയൊക്കെയുള്ള എന്നാൽ സൂപ്പർ ഹീറോസ് ഇല്ലാത്ത ഒരു പ്ലാനറ്റും, പിന്നെ മോഡോക്കിന് കീഴടക്കുവാൻ നമ്മുടെ തോറിൻ്റെ ആസ്ഗാർഡിലേക്കുള്ള പോർട്ടലുകളാണ് അവിടെ റെഡ് സ്കൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഡ്രാക്കുളയും ആറ്റുമയും ഹൈപ്പീരിയനും പിന്നെ മോഡോക്കും തൻ്റെ സൈന്യവുമായി ആ പോർട്ടൽസിൻ്റെ ഉള്ളിൽ കയറി പ്ലാനറ്റുകൾ ഓരോരുത്തരായി കീഴടക്കാൻ വേണ്ടി വളരെ സന്തോഷത്തോടെ അവരെല്ലാവരും ആ പോർട്ടലുകളുടെ അടുത്തേക്ക് ചെന്നതും